ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ റംദാൻ ഡേ 5ൻ്റെ ഇഫ്താർ വിശേഷമാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം, ആരും പകുതിക്കിട്ട് പോകണ്ട, ഫുള്ളായിട്ട് കാണാം. എന്നിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു യമനി മന്തിയാണ്. യമനി മന്തി ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സിൻ്റെ ചെറിയ ജാർ എടുക്കുക. അതിൽ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുക, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുക, കുറച്ച് ഉപ്പിടുക, ഒരു വെളുത്തുള്ളിൻ്റെ അല്ലി ഇടുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിന്ന് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കഴുകി വെച്ചിന് ഒരു 1.5 കിലോ ചിക്കൻ ഇതുപോലെ മന്തി പീസാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങനെ കഴുകി വെള്ളമൊക്കെ വാർന്നിട്ടാകുമ്പോൾ ഒരു കത്തിയോ പോർക്കോ വെച്ചിട്ട് നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കുക. പോർക്കാണെങ്കിൽ കുത്തി കൊടുക്കുക. കത്തി കൊണ്ട് ഇതുപോലെ നല്ലോണം വരഞ്ഞു കൊടുക്കുക. ഉള്ളിൽ മസാല എത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഇട്ട് കൊടുക്കുക. പക്ഷേ ഏറ്റവും ബെറ്റർ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ്. എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് വേണ്ട, ഒരു കപ്പ് അത്രയും വേണ്ട. അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ചോറൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലുപ്പത്തിലുള്ള ഒരു പോട്ട് വെച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ല ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എൻ്റെ പോട്ട് നല്ല വീതിയുള്ള പോട്ടായതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയും ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പോട്ട് വീതി കുറവാണെങ്കിൽ ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു കളർ മാറുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു ക്യാപ്സിക്കനും ഒരു 5 പച്ചമുളകും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴന്ന് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് പൈസസ് ആഡ് ചെയ്യുക. പൈസസ് എന്ന് പറഞ്ഞാൽ ഗ്രാമ്പു, പട്ട, ഏലം, കുരുമുളക്, ചെറിയ ജീരകം ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം വഴന്നെടുക്കുക. ഇത് നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ എന്നിട്ട് അത് മൂത്ത് വന്ന് നല്ലൊരു സ്മെല്ല് വരുന്ന ടൈം നമ്മൾ എത്രയാണോ റൈസ് എടുത്തത് ആ റൈസ് കഴുകി വെള്ളമൊക്കെ ഊറ്റിയിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ പോട്ടിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാണ്ട് തന്നെ റൈസ് വറുക്കാത്ത തന്നെ നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇതില്ല ഉള്ളിയും അത് പൈസൊക്കെ ഇട്ടാൽ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ഗീ റൈസെല്ലാം ഉണ്ടാക്കുന്ന പോലെ അരി ഇട്ട് കൊടുക്കുക. പക്ഷെങ്കിൽ ഈ യമനി മന്തി ശരിക്കും ഇതുപോലെ അരി വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി നല്ലോണം വറുത്തിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ, മൂത്ത സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് റൈസിന് കണക്കായ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി ഉപ്പെല്ലാം ചെക്ക് ചെയ്താൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോയിൽ കൊണ്ട് ആ റൈസ് ഒന്ന് അടച്ച് വെച്ചെടുക്കുക. ഫുള്ള് കവർ ചെയ്തെടുക്കുക, നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനില്ലേ, ആ ചിക്കൻ ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. യൂട്യൂബിൽ കുറച്ച് മുമ്പൊക്കെ വൈറലായ ട്രെൻഡായ ഒരു മന്തിയാണ് യമനി മന്തി. ഇതുവരെ ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇത് റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കുക. അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്ന ഒരു മന്തിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കൊരു ഫോയിൽ വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് കവർ ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന എന്തിനാന്ന് വിചാരിച്ചാൽ നമ്മൾ ഫോയിലിന് ഹോൾസ് ഇട്ട് കൊടുത്തില്ല. ചിക്കൻ വേകുമ്പോൾ അതിൻ്റെ നീര് നമ്മളെ റൈസിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മളൊരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെയല്ലേ ഫോയിൽ നമ്മളിങ്ങനെ അടർത്തി മാറ്റുന്നത്, അപ്പോൾ അയച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിൻ്റെ ആവി കയ്യിൽ തട്ടിയാൽ കൈ നല്ലോണം പൊക്കിലൊക്കെ വരും. അപ്പോൾ അടർത്തി മാറ്റാൻ നല്ല ആവി വരുന്നുണ്ട്. നമ്മൾ ഈ ഫോയിലിന് അടിയിൽ ചിക്കൻ വെച്ച ഫോയിലിന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ആവി വരുന്നുണ്ട്.
അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഫോയിൽ മാറ്റുക. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. 40 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റൈസിൻ്റെ അവസ്ഥ. നമ്മളെ ചിക്കൻ്റെ ആ ഒരു ഇതില്ല വേകുമ്പോഴുള്ള ആ ഒരു വെള്ളമില്ല, അതൊക്കെ നമ്മളെ റൈസിൽ ഇറങ്ങിയിട്ട് റൈസിന് നല്ല സ്മെല്ലും ഉണ്ട്. റൈസ് നല്ല സോഫ്റ്റായിട്ട് എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ റൈസെല്ലാം ഒന്ന് നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചിക്കൻ വീണ്ടും റൈസിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 പച്ചമുളക് 5-6 പച്ചമുളക് മുഴുവൻ പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുക. ഒന്ന് പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ മന്തിൻ്റെ ആ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചാർക്കോളില്ലായിട്ട് ചിരട്ടനെ കൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിരട്ട കത്തിച്ചിട്ട് ആ തീ ഒന്നണങ്ങാൻ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഓയിലിട്ടിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പുകയൊക്കെ പോയി ആവിയൊക്കെ പോയതിന് ശേഷം തുറക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല സ്മെല്ലുമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. തുറക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ മന്തിക്കുള്ളത്. അങ്ങനെ ഇതാണ് നമ്മളെ മന്തിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മൾ സാധാരണ മന്തിനെക്കാട്ടിയും എത്രയോ ടേസ്റ്റാണ് യമനി മന്തി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ മന്തിക്ക് റൈസ് വാങ്ങുമ്പോൾ പിന്നെ നല്ല വെള്ള റൈസ് ഉണ്ടാവില്ല, എൻ്റെ വെള്ള റൈസെല്ലാം എനിക്ക് കിട്ടീന്. ബനസ്മതി റൈസിൻ്റെ തന്നെ നല്ല വെള്ള കളറുള്ള റൈസ് ഉണ്ടാവും, മന്തി റൈസ്. അപ്പോൾ അത് വാങ്ങാൻ നോക്കുക. അതാകുമ്പോൾ ചോറ് ഒന്നും കൂടി കാണാനും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് കിട്ടിയത് അതല്ല, അതുകൊണ്ടാണ് റൈസിൻ്റെ കളർ ഒരു എന്താ പറയുക ഗോൾഡൻ കളർ പോലത്തെ റൈസാണ്. അതുകൊണ്ടാണ് അതങ്ങനെ. നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല എന്താ പറയുക നല്ല റൈസ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ഞാൻ മന്തി ഉണ്ടാക്കി ഇവിടെ മാറ്റി വെച്ചിട്ട് ചാറിനേക്കുള്ള സ്നാക്കൊന്നും ഉണ്ടാക്കുന്നില്ല. ഒന്ന് കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. മന്തി ആയതുകൊണ്ട് സ്നാക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. അതല്ല ഫ്രൂട്ട്സ് ഇങ്ങനെ വെറുതെ ആരും കഴിക്കുന്നില്ല. അപ്പോൾ കസ്റ്റാർഡാകുമ്പോൾ എല്ലാവരും ഫ്രൂട്ട്സൊക്കെ കഴിച്ചോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റാർഡ് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫ്രൂട്ട്സ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. ഫ്രൂട്ട്സൊക്കെ മുറിച്ച് നട്സൊക്കെ മുറിച്ചിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. സാധാരണ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഐസ്ക്രീമിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഐസ്ക്രീം ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ എടുത്തോട്ടുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. അതുപോലെ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ മിൽക്കി മേഡ് ഇല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക, പഞ്ചസാരയും പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ശരിക്കും മിൽക്കി മേഡ് പഞ്ചസാരയും പാൽപ്പൊടിയും മലം ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കുന്നതാണ്. അതാണ് മിൽക്കി മേഡ്. അത് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മളിങ്ങനെ പാല് തിളക്കുന്ന സമയത്ത് പഞ്ചസാരയും പാൽപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മിൽക്കി മേഡിൻ്റെ അതേ ടേസ്റ്റ് വരും. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ കസ്റ്റാർഡൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഈ ഫ്രൂട്ട്സിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. കുളിക്കുന്ന ടൈം എടുക്കാമെങ്കിൽ ഇതുവരെ പുറത്ത് വെക്കണ്ടല്ലോ, അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റലാണ്. പിന്നെ മന്തി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ടൈം അടുക്കളയിൽ ചിലവാക്കിയിട്ടില്ല കേട്ടോ. പണി തീർന്നത്. അതുപോലെ പിന്നെ സ്നാക്ക് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. സ്നാക്കിന് പകരം നമ്മൾ കസ്റ്റാർഡെല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് പിന്നെ പണിയൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിന്. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കട്ടാക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് പത്തക്കയാണ്. പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ നേരത്തെ ഞാൻ കസ്റ്റാർഡിലേക്ക് അനാറ് എടുത്തിട്ടുണ്ടായിന്. ആ അനാറ് കുറച്ച് ബാക്കിയുള്ളതും മുന്തിരിൻ്റെ സൈഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അനാറ് എന്ന് പറയുന്ന സംഭവം എന്താ റബ്ബേ എനിക്ക് പൊളിക്കാനും ഭയങ്കര മടിയാണ്. അനാറിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആരെങ്കിലും പൊളിച്ച് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോടും ഭയങ്കര സ്നേഹമാണ്. ഇത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്താ പറയുക ജ്യൂസ് അടിക്കലാണ്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ജ്യൂസാണ്. സ്ട്രോബെറിയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓഫറുള്ള ടൈം കുറേ വാങ്ങി സ്റ്റോറേജ് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആവശ്യത്തിന് എടുത്തിട്ട് അടിച്ചാൽ മതി. പിന്നെ വേറെ വിശേഷമൊന്നും ഇല്ല ഇന്ന്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കിയ ഫുഡ് മന്തിയാണ് നമ്മൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ. പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ നട്സും കാര്യമൊന്നും എടുത്തിട്ടില്ല. നട്സൊക്കെ നമ്മൾ കസ്റ്റാർഡിൽ ഇട്ടുകൊണ്ട് വെറും അത്തിപ്പായം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാലേ നമുക്ക് എന്തെങ്കിലും നമ്മളെത്തുന്നൊരു ഫാൾട്ട് ഉണ്ടെങ്കിലോ അല്ല നമ്മളെന്തെങ്കിലും അറിവില്ലായ്മ ഉണ്ടെങ്കിലോ നിങ്ങൾ വഴി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.